ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് പറയുന്നത്. നോക്കാം. ലോങ് ഏജസ് ആഫ്റ്റർവേർഡ്സ് ഹിസ്റ്ററി വിൽ ജഡ്ജ് ദിസ് പീരീഡ് ദാറ്റ് വി ഹാവ് പാസ്ഡ് ത്രൂ. ലോങ് ഏജസ് ആഫ്റ്റർവേർഡ്സ്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ഹിസ്റ്ററി വിൽ ജഡ്ജ്. നെഹ്റു അന്ന് പറയാണ്, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോകുമ്പോൾ ഹിസ്റ്ററി വിൽ ജഡ്ജ്, ചരിത്രം ഒന്ന് ജഡ്ജ് ചെയ്യും. ദിസ് പീരീഡ്, ഇക്കാലഘട്ടത്ത്. ആൻഡ് വി ഹാവ് പാസ്ഡ് ത്രൂ, ഏത് പീരീഡ്? നമ്മൾ കടന്നു പോകുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി മരിച്ച് മൂന്നാമത്തെ ദിവസം ഈ സ്പീച്ച് നടത്തുന്ന നെഹ്റു പറയാണ്, നെഹ്റു ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡിനെ പറ്റിയിട്ട് വരാനിരിക്കുന്ന ഒരു ജനറേഷനെ ഒന്ന് ജഡ്ജ് ചെയ്യും എന്ന്. ഇറ്റ് വിൽ ജഡ്ജ് ദ സക്സസ് ആൻഡ് ദ ഫെയിലിയേഴ്സ്. ആ സമയത്ത് വരാനിരിക്കുന്ന ജനറേഷനെ എന്തൊക്കെ ജഡ്ജ് ചെയ്യും? സക്സസ് ആൻഡ് ദ ഫെയിലിയേഴ്സ്, വിജയവും പരാജയവും രണ്ടും ജഡ്ജ് ചെയ്യും. വി ആർ ടു നിയർ ടു ബി പ്രോപ്പർ ജഡ്ജസ്. എന്നിട്ട് ഇദ്ദേഹം പറയാം, പക്ഷെ അതിൻ്റെയൊക്കെ മുമ്പ് ഈ കാലഘട്ടത്തെ പറ്റി ജഡ്ജ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യരായ, ഏറ്റവും അടുത്തുള്ള ആളുകൾ നമ്മൾ തന്നെയാണ് എന്ന്. ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ആൻഡ് വാട്ട് ഹാസ് നോട്ട് ഹാപ്പൻഡ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിക്കാത്തത് എന്നത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പ്രാപ്തിയുള്ളവർ നമ്മൾ തന്നെയാണ്. കാരണം നമ്മളാണ് നിയറായിട്ടുള്ളത്, അടുത്തുള്ളത്. All we know is that there was a glory. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു ഗ്ലോറി, ഒരു മഹത്വം ഉണ്ടായിരുന്നു. ഗാന്ധിജിയെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോ മോർ, പക്ഷെ അതിപ്പോൾ ഇല്ല. All we know is that for the moment there is darkness. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഇവിടെ ആ സൂര്യൻ അസ്തമിച്ചു, ഇപ്പോൾ വെറും ഡാർക്ക്നെസ് ആണ്, ഇരുട്ടാണ്. നോട്ട് സോ ഡാർക്ക് സഡൻലി, ശരിക്കും കംപ്ലീറ്റ് ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ്, കാരണം വെൻ വി ലുക്ക് ഇൻ ടു അവർ ഹാർട്ട്സ് വി സ്റ്റിൽ ഫൈൻഡ് ദ ലിവിങ് ഫ്ലെയിം വിച്ച് ഹി ലൈറ്റൻഡ് ദർ. ഫുള്ള് ഇരുട്ടായി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് ലിവിങ് ഫ്ലെയിം, ചെറിയ ഒരു തീനാളം കത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ തീനാളം ആര് കത്തിച്ചു വെച്ചതാണ്? വിച്ച് ഹി ലൈറ്റൻഡ് ദർ, ഹി മീൻസ് ഗാന്ധിജി. ഗാന്ധിജിയാണ് ആ തീനാളം അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് ഇഫ് ദോസ് ലിവിങ് ഫ്ലെയിംസ് എക്സിസ്റ്റ്, ആ ലിവിങ് ഫ്ലെയിം അവിടെ അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ദർ വിൽ നോട്ട് ബി ഡാർക്ക്നെസ് ഇൻ ദിസ് ലാൻഡ്. ഈ ഭൂമിയിൽ, ഈ ഇന്ത്യയിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? ഡാർക്ക്നെസ് ഉണ്ടാവില്ല. ആൻഡ് വി ഷാൾ ബി ഏബിൾ വിത്ത് അവർ എഫേർട്ട്. നമ്മൾ നമ്മുടെ എഫേർട്ട്, പരിശ്രമം ഒന്ന് ഉഷാറാക്കണം. നമ്മൾ പരിശ്രമിക്കണം നന്നായിട്ട്. റിമെമ്പറിങ് ഹിം, അദ്ദേഹത്തെ ഓർത്തുകൊണ്ട്. ആൻഡ് ഫോളോയിങ് ഹിസ് പാത്ത്, അദ്ദേഹത്തിൻ്റെ മാർഗം പിന്തുടർന്നുകൊണ്ട്. ടു ഇലിമിനേറ്റ് ദിസ് ലാൻഡ് എഗെയിൻ, ഈ ഭൂമിയെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ വീണ്ടും ഒന്ന് പ്രകാശിപ്പിക്കണം. ഇലിമിനേറ്റ്, പ്രകാശിപ്പിക്കുക. സ്മാൾ ആസ് വി ആർ, നമ്മൾ എങ്ങനത്തെ ആളുകളാണ്? ചെറിയ ആളുകളാണ്. ബട്ട് സ്റ്റിൽ വിത്ത് ദ ഫയർ ദാറ്റ് ഹി ഇൻസ്റ്റിൽഡ് ഇൻ ടു അസ്. പക്ഷെ എന്നാലും ഗാന്ധിജി നമ്മുടെ മനസ്സിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഫയർ അതിപ്പോഴും കത്തി നിൽക്കുന്നുണ്ട്. ഹി വാസ് പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് സിംബൽ ഓഫ് ദ ഇന്ത്യ ഓഫ് ദ പാസ്റ്റ്. ഗാന്ധിജി ഒരു പക്ഷേ കഴിഞ്ഞു പോയ ഇന്ത്യയുടെ ഒരു ഗ്രേറ്റസ്റ്റ്, ഏറ്റവും വലിയ സിംബലായിരിക്കാം. ആൻഡ് മേ ഐ സേ, ഞാൻ പറയട്ടെ, ഓഫ് ദ ഇന്ത്യ ഓഫ് ദ ഫ്യൂച്ചർ. ഇപ്പോൾ കഴിഞ്ഞു പോയ ഇന്ത്യയുടെ മാത്രം അല്ല, ഇന്ത്യ ഓഫ് ദ ഫ്യൂച്ചർ, വരാനിരിക്കുന്ന ഇന്ത്യയുടെ കൂടെ ഒരു സിംബലായിരിക്കും ഗാന്ധിജി. ദാറ്റ് വി കുഡ് ഹാവ് ഹാഡ്, നമുക്ക് എന്നും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച്. വി സ്റ്റാൻഡ് ഓൺ ദിസ് പെരിലസ് എഡ്ജ്, ഈ പ്രയാസം നിറഞ്ഞ എഡ്ജ് എന്ന് പറഞ്ഞാൽ വക്ക്, ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ
പെരിലസ് എഡ്ജ്. പെരിൽ എന്ന് പറഞ്ഞാൽ പെരിലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവോൾവിങ് ഡേഞ്ചർ ഓർ റിസ്ക് എന്നുള്ള മീനിങ്. ഗാന്ധിജി മരിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ ഒരു റിസ്ക് പിടിച്ച അവസ്ഥ. ഈ എഡ്ജിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓഫ് ദ പ്രസൻറ്റ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ആ ഒരു എഡ്ജിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ നിൽക്കുമ്പോൾ. ആൻഡ് വി ഫേസ് ആൾ മാനർ ഓഫ് പെരിൽസ്. അത് മാത്രമല്ല, നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അതിലൊക്കെ നമ്മൾ ഉണ്ട്. വി ഫേസ്, അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യണം. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് പെരിൽ ഈസ് സംടൈംസ്, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് സംടൈംസ് ദ ലാക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസമില്ലായ്മ തന്നെയാണ്. വിച്ച് കംസ് ടു അസ്, അത് നമ്മളിലേക്ക് വരുന്നു. ആ വിശ്വാസമില്ലായ്മ നമ്മളിലേക്ക് കടന്നു വരുന്നു. ദ സെൻസ് ഓഫ് ഫ്രസ്ട്രേഷൻ, അതേപോലെ തന്നെ നമുക്കൊരു വിരസത തോന്നുക, മടുപ്പ് തോന്നുന്നു. ദാറ്റ് കംസ് ടു അസ്, അത് നമ്മളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ മടുപ്പ് വരുന്നത്. ദ സിങ്കിങ് ഓഫ് ദ ഹാർട്ട്, അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു മുങ്ങൽ, ഒരു ധൈര്യമില്ലായ്മ. ഓഫ് ദ സ്പിരിറ്റ് ദാറ്റ് കംസ് ടു അസ്, ആവേശം, അത് കെട്ടുപോവുക. അതൊക്കെ നമ്മളിൽ നിന്ന് വരുന്ന ഒരു രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മളെ ദുഷിപ്പിക്കുന്നത്. വെൻ വി സീ ഐഡിയൽസ് ഗോ ഓവർബോർഡ്, ആശയങ്ങൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ നല്ല നല്ല ഗാന്ധിജി പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ഗാന്ധിജി പെരുമാറുന്നത് പോലെ നമ്മൾ പെരുമാറാതിരിക്കുമ്പോഴാണ്, അങ്ങനെ പെരുമാറാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഗ്രേറ്റസ്റ്റ് പെരിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When we see the great things that we talked about somehow passed into empty words and life taking a different course. നമ്മൾ നല്ല നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് പറയും, വേർഡ്സ് കണ്ടോ, പാസ്റ്റ് ഇൻ ടു എംറ്റി വേർഡ്സ്, ശൂന്യമായ വാക്കുകളാൽ നമ്മൾ പറഞ്ഞങ്ങ് പോകും. പക്ഷെ നമ്മൾ ആ കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് ലൈഫ് ടേക്കിംഗ് എ ഡിഫറെൻറ്റ് കോഴ്സ്, ജീവിതം മറ്റൊരു രീതിയിലേക്ക് വഴിമാറിപ്പോകുന്നത്. യെറ്റ് ഐ ഡു ബിലീവ് പെർഹാപ്സ് ദിസ് പീരീഡ് വിൽ പാസ് സൂൺ ഇനഫ്. നെഹ്റു വീണ്ടും പറയാം, യെറ്റ് എന്നാലും, ഐ ഡു ബിലീവ്, അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു, പെർഹാപ്സ് ദിസ് പീരീഡ് വിൽ പാസ് സൂൺ ഇനഫ്, ഈ പീരീഡ്, ഈ കാലം പെട്ടെന്നങ്ങ് കഴിഞ്ഞു പോകും. Great as this man of God was in his life, ഗാന്ധിജിയാണ് ഉദ്ദേശിക്കുന്നത്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗ്രേറ്റ് ആയ പോലെ, he has been greater in his death. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ചും എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യം കൂടെയാണത്. he has been greater in his death, അദ്ദേഹം ജീവിതത്തിൽ ഗ്രേറ്റ് ആയിരുന്നു, പക്ഷേ അദ്ദേഹം മരണത്തിലും ഗ്രേറ്റ് തന്നെയാണ്. ആൻഡ് ഐ ഹാവ് നോട്ട് എ ഷാഡോ ഓഫ് ഡൗട്ട്, എനിക്ക് നിസ്സംശയം, ഒരു സംശയത്തിൻ്റെ നിഴല് പോലും ഇല്ലാതെ പറയാൻ പറ്റും, ദാറ്റ് ബൈ ഹിസ് ഡെത്ത്, കണ്ടോ, അദ്ദേഹത്തിൻ്റെ മരണത്തിലും അദ്ദേഹം ഗ്രേറ്റ് ആയിരുന്നു എന്നത്. ഹി ഹാസ് സെർവ്ഡ് ദ ഗ്രേറ്റ് കോസ് ആസ് ഹി സെർവ്ഡ് ഇറ്റ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ആ ധൈര്യവും അതൊക്കെ അദ്ദേഹത്തിൻ്റെ മരണത്തിനും അദ്ദേഹം ഉണ്ട്. വി മോൺ ഹിം, നമ്മളിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിലപിക്കുന്നു. വി ഷാൾ ഓൾവേസ് മോൺ ഹിം, നമ്മളെല്ലായ്പ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിലപിക്കുകയാണ്. ബിക്കോസ്, കാരണം വി ആർ ഹ്യൂമൺ, നമ്മൾ മനുഷ്യരാ. ആൻഡ് കനോട്ട് ഫോർഗെറ്റ് അവർ ബിലൗഡ് മാസ്റ്റർ, നമ്മുടെ ബിലൗഡ് മാസ്റ്ററിനെ, മഹാത്മാഗാന്ധിയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വിലപിച്ചു പോകുന്നത്. പക്ഷേ ഐ നോ ദാറ്റ്, എനിക്കതറിയാം, ഹി വുഡ് നോട്ട് ലൈക്ക് അസ് ടു മോൺ ഹിം, പക്ഷേ അദ്ദേഹം നമ്മൾ മോൺ ചെയ്യുന്നത്, നമ്മൾ വിലപിക്കുന്നത് ഗാന്ധിജിക്ക് ഇഷ്ടമില്ല. നോ ടിയേഴ്സ് കെയിം ടു ഹിസ് ഐസ് വെൻ ഹിസ് ഡിയറസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് പാസ്ഡ് അവേ. ഗാന്ധിജിയുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള, ക്ലോസസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തതും പ്രിയപ്പെട്ടതുമായിട്ടുള്ള ആളുകൾ മരിച്ചു പോയപ്പോൾ, പാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ മക്കൾ മരിച്ചു പോയപ്പോൾ ഗാന്ധിജി കണ്ണുനീര് പൊഴിച്ചിട്ടില്ല.
only a firm resolve to preserve, അദ്ദേഹത്തിന് ഉറച്ച തീരുമാനങ്ങളായിരുന്നു. Resolve to preserve, to save the great cause that he had chosen. കണ്ടോ, അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു മാർഗം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് കണ്ണുനീര് പോയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ സങ്കടമില്ല എന്നല്ല, മറിച്ച് അദ്ദേഹത്തിന് മോർണിംഗ് അതിഷ്ടമല്ല എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹി വുഡ് ചൈഡ് അസ്, ചൈഡ് എന്ന ശകാരിക്കുക. സോ ഹി വുഡ് ചൈഡ് അസ് ഇഫ് വി മിയർലി മോൺ. നമ്മൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിങ്ങനെ വിലപിച്ചിരുന്നാൽ അദ്ദേഹം ചൈഡ് ശകാരിക്കും. ദാറ്റ് ഈസ് എ പുവർ വേ ഓഫ് ഡൂയിങ് ഹോമേജ് ടു ഹിം. അങ്ങനെ മോൺ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു പുവർ വേ ഓഫ് ഹോമേജ്. റെസ്പെക്റ്റ് എന്നുള്ള മീനിങ് ആണ് ഹോമേജ്. അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലെ വളരെ മോശമായ രീതിയും അതുതന്നെയായിരിക്കും. The only way is to express our determination. നമ്മൾ വേണ്ടത് നമ്മുടെ തീരുമാനങ്ങൾ പ്രകടിപ്പിക്കുക എന്നതാണ്. To pledge ourselves anew. Anew means again എന്നുള്ള മീനിങ് ആണ്. വീണ്ടും നമ്മൾ പ്ലഡ്ജ് ചെയ്യണം, ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം, പ്രതിജ്ഞയെടുക്കണം. To conduct ourselves so, അദ്ദേഹം കാണിച്ചു തന്ന പോലെ, അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. And to dedicate ourselves to the great task which he understood. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഗ്രേറ്റ് ടാസ്ക്, അദ്ദേഹം നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ട 2-3 കാര്യങ്ങളുണ്ടല്ലോ, വർക്ക്, ലേബർ ആൻഡ് സാക്രിഫൈസ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആൻഡ് വിച്ച് ഹി അക്കംപ്ലിഷ്ഡ് ടു സച്ച് എ ലാർജ് എക്സ്റ്റെൻറ്റ്. അതാണ് അദ്ദേഹം ഒരു വലിയ അളവോളം പൂർത്തീകരിച്ചതും. സോ വി ഹാവ് ടു വർക്ക്. കണ്ടോ, അതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാം. വി ഹാവ് ടു ലേബർ, അല്ലേ, നമുക്ക് ജോലിയെടുക്കാം. വി ഹാവ് ടു സാക്രിഫൈസ്, നമുക്ക് ത്യാഗം ചെയ്യാം. ആൻഡ് ദസ് പ്രൂവ്, അങ്ങനെ നമുക്ക് തെളിയിക്കാം. ടു സം എക്സ്റ്റെൻറ്റ്, ഒരു പരിധി വരെ, അറ്റ് ലീസ്റ്റ്, ഏറ്റവും ചുരുങ്ങിയതൊരു പരിധി വരെ നമുക്ക് അങ്ങനെയെങ്കിലും തെളിയിക്കാം. വർത്തി ഫോളോവേഴ്സ് ഓഫ് ഹിസ്. വർത്തി ഫോളോവേഴ്സ് ഓഫ് ഹിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർത്തി ഫോളോവേഴ്സ് ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ മൂല്യമുള്ള ഫോളോവേഴ്സാണ് എന്ന് അങ്ങനെയെങ്കിലും നമുക്ക് തെളിയിക്കാം. അദ്ദേഹം പറഞ്ഞു തന്ന വർക്ക്, ലേബർ ആൻഡ് സാക്രിഫൈസ്, ഈ 3 കാര്യങ്ങളിൽ നമ്മൾക്ക് അതിൽ മുഴുകിക്കൊണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ നെഹ്റു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യനും ഷോർട്ട് ക്വസ്റ്റ്യനും ഒന്ന് നോക്കാം. ടെക്സ്റ്റിൻ്റെ പിറകിലില്ല, ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ പോയിന്റ് വെച്ചിട്ട് എപ്പോഴും എക്സാമിലൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നെഹ്റു സേസ് ദാറ്റ് ഗാന്ധി ഹാസ് ഗ്രേറ്റർ ഇൻ ഹിസ് ഡാഷ് ടു. ഓപ്ഷൻ എ ലൈഫ്, ഓപ്ഷൻ ബി ഡെത്ത്, ഓപ്ഷൻ സി മൈൻഡ്, ഓപ്ഷൻ ഡി ഐഡിയാസ്. കറക്റ്റ് ആൻസർ ഡെത്ത് എന്നാണ്. നെഹ്റു പറയുന്നുണ്ട് ഗാന്ധിജി ജീവിതത്തിൽ ഗ്രേറ്റ് ആയിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിലും ഗ്രേറ്റ് ആയിരുന്നു എന്ന്. അതുകൊണ്ട് ആൻസർ ഡെത്ത് എന്നതാണ് കറക്റ്റ് ആൻസർ. എല്ലാവരും തെറ്റിപ്പോവാറുണ്ട് പലപ്പോഴും, ഇത് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ. പിന്നെ 2 ഷോർട്ട് ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. 4ാമത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് പെരിൽ അക്കോർഡിംഗ് ടു നെഹ്റു? നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നതാണ് ചോദ്യം. ദ ഗ്രേറ്റസ്റ്റ് പെരിൽ അക്കോർഡിംഗ് ടു നെഹ്റു. നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈസ് ദ ലാക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസമില്ലായ്മ, അതിലുള്ളൊരു കുറവ്, അഭാവം. ലാക്ക് ഓഫ് ഫെയ്ത്ത്, ദ സെൻസ് ഓഫ് ഫ്രസ്ട്രേഷൻ, മടുപ്പ് വരിക. ദ സിങ്കിങ് ഓഫ് ദ ഹേർട്ട് ആൻഡ് ഓഫ് ദ സ്പിരിറ്റ് ദാറ്റ് കംസ് ടു അസ് വെൻ വി ഐഡിയാൽസ് ഓവർബോർഡ്. ആശയങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ ചെയ്യേണ്ട സമയം എത്തുന്ന സമയത്ത് നമുക്കതൊക്കെ ചെയ്യാനുള്ള ഒരു ഉഷാറില്ലായ്മ, താല്പര്യക്കുറവ്, അതാണ് നമുക്ക് ഉള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് നെഹ്റു പറയുന്നത്.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി പ്രൂവ് ടു ബി വർത്തി ഫോളോവേഴ്സ് ഓഫ് ഗാന്ധി? നമുക്ക് എങ്ങനെ ഗാന്ധിജിയുടെ മൂല്യമുള്ള ഫോളോവേഴ്സ് ആവാം എന്ന്. ഇതിൻ്റെ ആൻസർ, വി ക്യാൻ പ്രൂവ് ടു ബി വർത്തി ഫോളോവേഴ്സ് ഓഫ് ഗാന്ധി. നമുക്ക് ഗാന്ധിജിയുടെ മൂല്യമുള്ള ഫോളോവേഴ്സ് ആവാൻ പറ്റും. എങ്ങനെ പറ്റും? ബൈ വർക്കിംഗ്, ലേബറിംഗ് ആൻഡ് സാക്രിഫൈസിങ് അവർ സെൽസ്. നമ്മൾ ജോലി ചെയ്യുക, അതേപോലെ തന്നെ ത്യാഗം ചെയ്യുക. ഇതൊക്കെയാണ് അദ്ദേഹം വർക്ക്, ലേബർ ആൻഡ് സാക്രിഫൈസ്. ഈ 3 കാര്യങ്ങളായിരുന്നു നേരത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ്സ് ഓഫ് ഗാന്ധി എന്ന് പറഞ്ഞപ്പോഴും ഈ 3 പോയിന്റ്സ് ആണ് വന്നത്, വർക്ക്, ലേബർ ആൻഡ് സാക്രിഫൈസ്. അപ്പോൾ അദ്ദേഹം ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഗാന്ധിജിയുടെ വർത്തി ഫോളോവേഴ്സ് ഓഫ് ഗാന്ധിയായിട്ട് നമുക്ക് മാറാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.